Okay, good morning students. അടുത്ത നമുക്ക് പറയാനുള്ളത് ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ഡീജനറസി വന്നാൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സംടൈംസ് ദ നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് ഇൻഡിപെൻഡൻറ്റ് അലോക്കേഷൻ ഈസ് ലെസ് ദാൻ എം പ്ലസ് എൻ മൈനസ് വൺ. ചിലപ്പോൾ നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് ഇൻഡിപെൻഡൻറ്റ് അലോക്കേഷൻ എന്നുള്ളത് എം പ്ലസ് എൻ മൈനസ് വണ്ണിനേക്കാളും ലെസ് ദാൻ ആയിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ചിലപ്പോൾ നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് ഇൻഡിപെൻഡൻറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് എം പ്ലസ് എൻ മൈനസ് വണ്ണിനേക്കാട്ടിലും ലെസ് ദാൻ ആയിരിക്കും. ഇറ്റ് മേ ഹാപ്പൻ ഐദർ അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓർ അറ്റ് സബ്സീക്വൻറ്റ് ഇറ്ററേഷൻ. അതായത് ഇനീഷ്യൽ സ്റ്റേജിലോ അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് ഇറ്ററേഷനിലോ ആണ് ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഡീജനറസി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡീജനറസി എന്ന് പറഞ്ഞാൽ സംടൈംസ് ദ നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് ഇൻഡിപെൻഡൻറ്റ് അലോക്കേഷൻ. നോൺ നെഗറ്റീവ് ഇൻഡിപെൻഡൻറ്റ് അലോക്കേഷൻ എന്നുള്ളത് ലെസ് ദാൻ എം പ്ലസ് എൻ മൈനസ് വൺ. എം പ്ലസ് എൻ മൈനസ് വണ്ണിനോട് ലെസ് ദാൻ ആയിരിക്കും. ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഇറ്റ് മേ ഹാപ്പൻ either at the initial stage or at subsequent iteration. ഇനീഷ്യൽ സ്റ്റേജിലോ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ഇറ്ററേഷനിലോ ആണ് സാധാരണ ഇതിൽ സംഭവിക്കുക. ഇതിനെയാണ് നമ്മൾ ഡീജനറസി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ടു റീസോൾവ് ഡീജനറസി ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ടു ബി അഡോപ്റ്റഡ്. ഡീജനറസി റീസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ പറയുന്ന സ്റ്റെപ്പുകൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ പറയുന്നത് എമംഗ് ദ എം ടി സെൽസ് ചൂസ് വൺ എം ടി സെൽ ഹാവിങ് അറ്റ് ലീസ്റ്റ് കോസ്റ്റ് വിച്ച് ഈസ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ. അതായത് എം ടി സെല്ലിൽ ഒരു എം ടി സെല്ല് ചൂസ് ചെയ്തിട്ട് അറ്റ് ലീസ്റ്റ് കോസ്റ്റുള്ള ഒരു എം ടി സെല്ലിനെ നമ്മൾ ചൂസ് ചെയ്യുക. വിച്ച് ഈസ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ. അതായത് ഇൻഡിപെൻഡൻറ്റ് പൊസിഷനിലുള്ള ലീസ്റ്റ് കോസ്റ്റുള്ള ഒരു എം ടി സെല്ലിനെ നമ്മൾ ചൂസ് ചെയ്യാം. ഇഫ് ദീസ് സെൽസ് ആർ മോർ ദാൻ വൺ ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് എനി വൺ ഓഫ് ദം ആർബിട്രറിലി. ഒന്നിൽ കൂടുതൽ ഇത്തരത്തിലുള്ള സെല്ലുകളുണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ ആർബിട്രറിലി നമ്മൾ സെലക്ട് ചെയ്യാം. അതായത് എമംഗ് ദ എം ടി സെൽസ് ചൂസ് വൺ എം ടി സെൽ ഹാവിങ് അറ്റ് ലീസ്റ്റ് കോസ്റ്റുള്ള ഒരു എം ടി സെല്ലിനെ ചൂസ് ചെയ്യാം. എം ടി സെല്ലിൽ നിന്നും ലീസ്റ്റ് കോസ്റ്റുള്ള ഒരു എം ടി സെല്ലിനെ ചൂസ് ചെയ്യാം. വിച്ച് ഈസ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ. ഇഫ് ദീസ് സെൽസ് ആർ മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ ഇത്തരത്തിലുള്ള സെല്ലുകൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് എനി വൺ ഓഫ് ദം ആർബിട്രറിലി. ഏതെങ്കിലും ഒരെണ്ണത്തിനെ ആർബിട്രറിലി നമ്മൾ സെലക്ട് ചെയ്യാം. എ സ്മാൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ഈസ് ടു ബി അലോക്കേറ്റഡ് ഇൻ ദ സെലക്റ്റഡ് സെൽ. അതുപോലെ തന്നെ ആ സെലക്റ്റഡ് സെല്ലിൽ ഒരു സ്മാൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി അലോക്കേറ്റ് ചെയ്യാം. ദ സെൽ കണ്ടെയ്നിങ് ദ എബവ് സ്മാൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി വിൽ ബി ട്രീറ്റഡ് ലൈക്ക് അതർ ഒക്യുപ്പൈഡ് സെൽസ്. മറ്റ് ഒക്യുപ്പൈഡ് സെല്ലുകളെ പോലെ തന്നെ സ്മാൾ പോസിറ്റീവ് ക്വാണ്ടിറ്റിയുള്ള സെല്ലിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യുക. ആൻഡ് ഡീജനറസി ഈസ് ടു ബി റിമൂവ്ഡ് ബൈ ആഡിങ് വൺ ഓർ മോർ അക്കോർഡിംഗ്ലി. ഡീജനറസി റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ സെല്ലുകളെ നമ്മൾ അക്കോർഡിംഗ്ലി നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ഡീജനറസി റിമൂവ് ചെയ്യാം. അതായത് ഡീജനറസി എന്ന് പറഞ്ഞാൽ എം പ്ലസ് എൻ മൈനസ് വൺ എന്നുള്ള അലോക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത്, അതായത് നോൺ നെഗറ്റീവ് ഇൻഡിപെൻഡൻറ്റ് അലോക്കേഷൻ എം പ്ലസ് എൻ മൈനസ് വണ്ണിനേക്കാളും ലെസ് ദാൻ ആകുമ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ നമ്മൾ ഡീജനറസി എന്ന് പറയുന്നത്. സബ്സിക്വൻറ്റ് സെല്ലിൽ അപ്പോൾ നമ്മൾ ഇറ്ററേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഡീജനറസി റീസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എം ടി സെല്ലുകളിൽ ഒരു എം ടി സെല്ല് ചൂസ് ചെയ്യുകയും ലീസ്റ്റ് കോസ്റ്റുള്ള ഒരു എം ടി സെല്ലിനെ നമ്മൾ ചൂസ് ചെയ്യുക. ഇൻഡിപെൻഡൻറ്റ് പൊസിഷനിലുള്ള ലീസ്റ്റ് കോസ്റ്റുള്ള ഒരു എം ടി സെല്ലിനെ നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇത്തരത്തിലുള്ള സെല്ലുകളുണ്ടെങ്കിൽ എനി വൺ ഓഫ് ദം ക്യാൻ ബി സെലക്റ്റഡ് ആർബിട്രറിലി നമ്മൾ ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യാം. എ സ്മാൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ഈസ് ടു ബി അലോക്കേറ്റഡ് ഇൻ ദ സെലക്റ്റഡ് സെൽ. അതേപോലെ തന്നെ സെലക്റ്റഡ് സെല്ലിൽ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. The cell containing the above small positive quantity will be treated like other occupied cells. ഈ സ്മാൾ പോസിറ്റീവ് ക്വാണ്ടിറ്റിയുള്ള സെല്ലിനെ മറ്റ് ഒക്യുപ്പൈഡ് സെല്ലുകളെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡീജനറസി എന്നുള്ളത് റിമൂവ് ചെയ്യാൻ വേണ്ടി ആഡിങ് വൺ ഓർ മോർ അക്കോർഡിംഗ്ലി, ഒന്നോ അതിലധികമോ സെല്ലുകൾ അക്കോർഡിംഗ്ലി ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 12 എന്ന് പറയുന്നത് സോൾവ് ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഫോർ മിനിമൈസേഷൻ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പറയുന്നത്. സോഴ്സ് ഡെസ്റ്റിനേഷൻ. സോഴ്സ് എന്നുള്ളത് 1, 2, 3, ഡെസ്റ്റിനേഷൻ 1, 2, 3, കപ്പാസിറ്റി. സോഴ്സ് 1, 2, 3 ഡെസ്റ്റിനേഷനിൽ പറയുന്നത് 2, 2, 3, 4, 1, 2, 1, 3, 1. കപ്പാസിറ്റി എന്ന് പറയുന്നത് 10, 15, 40. ഡിമാൻഡ് 20, 15, 30, ടോട്ടൽ 65. ഇനി സൊല്യൂഷൻ പറയുന്നത് നോക്കി വെക്കുക. സിഗ്മ D1 ഈസ് ഈക്വൽ ടു സിഗ്മ CJ. അതായത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണെന്നുള്ളതാണ് സൊല്യൂഷൻ പറയുന്നത്. 65, ദാറ്റ് ഈസ് ഈക്വൽ ടു 65. സോ ദർ എക്സിസ്റ്റ് എ ഫീസിബിൾ സൊല്യൂഷൻ ടു ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ അവിടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. സോ ദ ഇനീഷ്യൽ സൊല്യൂഷൻ ഈസ് അസർട്ടൈൻഡ് ബൈ യൂസിങ് ദ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. അപ്പോൾ ഇനീഷ്യൽ സൊല്യൂഷൻ നമുക്ക് അസർട്ടൈൻ ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇനീഷ്യൽ സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഡെസ്റ്റിനേഷനും സോഴ്സും
സോഴ്സ് 1 2 3 ഡെസ്റ്റിനേഷൻ 1 2 3. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ആൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. 2 2 3 4 1 2 1 3 1. അപ്പോൾ 10 10 എന്നുള്ളത് നമുക്ക് എൻ സർക്കിൾ ചെയ്തിട്ടുള്ള സംഖ്യയായിട്ട് കിട്ടും. മറ്റേതിൽ 5 10 പിന്നെ 30. ഡിമാൻഡ് എന്നുള്ളത് അപ്പോൾ ടോട്ടൽ 20 15 30. കപ്പാസിറ്റി അല്ലെങ്കിൽ സപ്ലൈ എന്ന് പറയുന്നത് 10 15 40. അപ്പോൾ നമുക്ക് ടോട്ടൽ 65 എന്ന് കിട്ടും. ദ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് സെൽസ് ആർ ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് 1. അപ്പോൾ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് സെൽ എന്നുള്ളത് എം പ്ലസ് എൻ മൈനസ് 1 ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 5 ഈസ് ഈക്വൽ ടു 3 പ്ലസ് 3 മൈനസ് 1. 3 പ്ലസ് 3 മൈനസ് 1 അതായിരിക്കും എം പ്ലസ് എൻ മൈനസ് 1 എന്ന് പറയുന്നത്. 3 3 6 മൈനസ് 1 5 അതായിരിക്കും നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് സെൽ എന്ന് പറയുന്നത്. സോ ദർ എക്സിസ്റ്റ് എ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദ ഇനീഷ്യൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 2 × 10 പ്ലസ് 4 × 10 പ്ലസ് 5 × 1 പ്ലസ് 3 × 10 പ്ലസ് 30 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 125 125 എന്ന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടെസ്റ്റിംഗ് ഓഫ് ഒപ്റ്റിമാലിറ്റി. ഇനി നമ്മൾ ഇതിൻ്റെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? വി ക്യാൻ യൂസ് മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നമുക്ക് മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഫോർ ദിസ് പർപ്പസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഈസ് ടു ബി ഡിറ്റർമിൻഡ് ഫോർ ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം. അതുകൊണ്ട് തന്നെ ഓരോ റോയിനും ഓരോ കോളത്തിനും ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യുക ബൈ യൂസിങ് സിഗ്മ ഐ ജെ ഇസ് ഈക്വൽ ടു u1 പ്ലസ് വി ജെ ഫോർ ഒക്യുപ്പൈഡ് സെൽ. ഒക്യുപ്പൈഡ് സെല്ലുകൾക്ക് u1 പ്ലസ് വി ജെ എന്നുള്ള സിഗ്മ അതായത് സി ഐ ജെ വാല്യൂസ് നമുക്ക് കൊടുക്കുക. അപ്പോൾ യു ഐ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ith റോ, വാല്യൂ ഓഫ് ദ ith റോ. വി ജെ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ jth റോ ആണ്. u1 എന്ന് പറയുന്നത് യു ഐ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ith റോയും വി ജെ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ jth കോളവുമാണ്. സോ ദ മാക്സിമം നമ്പർ ഓഫ് അലോക്കേഷൻ ഈസ് 2 in more than 1 row and column. ഒന്നിൽ കൂടുതൽ റോയിലോ കോളത്തിലോ ഉള്ള മാക്സിമം നമ്പർ ഓഫ് അലോക്കേഷൻ എന്ന് പറയുന്നത് 2 ആണ്. സോ വി ക്യാൻ സെലക്ട് കോളം 1 ആർബിട്രറിലി ആൻഡ് എ നമ്പർ ഈസ് അസൈൻഡ് ഇൻ ദാറ്റ് കോളം. അപ്പോൾ നമുക്ക് ആർബിട്രറിലി ഒരു കോളം സെലക്ട് ചെയ്യുകയും ഒരു നമ്പർ അതിന് അസൈൻ ചെയ്യുകയും ചെയ്യാം. ദാറ്റ് ഈസ് v1 ഈസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ അതർ നമ്പേഴ്സ് ആർ u1 പ്ലസ് v2 ഈസ് ഈക്വൽ ടു 2. ദെൻ v1 ഈസ് ഈക്വൽ ടു 0, u1 ഈസ് ഈക്വൽ ടു 2, u2 plus v1 is equal to 4, u2 is equal to 0 plus 4 that is equal to 4. അതേപോലെ u2 plus v2 is equal to 1, u2 is equal to 4, then v2 is equal to 1 minus 4 that is equal to minus 3. u3 plus v2 is equal to 3, u3 is equal to 3 minus 3 that is equal to 6. u3 plus v3 is equal to 1. When u3 is equal to 6, v3 is equal to 1 minus 6 that is equal to minus 5. v1 is equal to 0, v2 is equal to minus 3, v3 is equal to minus 5, u1 is equal to 2, u2 is equal to 4, u3 is equal to 6. After the computation of row and column numbers, the next step is to evaluate the opportunity cost for each of the unoccupied cells by using relationship delta ij is equal to cij minus u1 plus യു ഐ പ്ലസ് വി ജെ. അപ്പോൾ അൺഓക്യുപ്പൈഡ് സെല്ലും നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അൺഓക്യുപ്പൈഡ് സെല്ല് എന്ന് പറഞ്ഞാൽ ഇത് വരാത്തത്, അതായത് എൻ സർക്കിൾ ചെയ്യപ്പെടാത്ത സെല്ലുകളാണ് നമ്മൾ അൺഓക്യുപ്പൈഡ് സെല്ലുകൾ എന്ന് പറയുന്നത്. 1 2 അത് അൺഓക്യുപ്പൈഡ് സെല്ലാണ്. 1 3 അൺഓക്യുപ്പൈഡ് സെല്ലാണ്. അതേപോലെ 2 3 3 1 എന്നിവയൊക്കെയാണ് സാധാരണപ്പെട്ട അൺഓക്യുപ്പൈഡ് സെല്ലുകൾ എന്ന് പറയുന്നത്. 1 2 1 3 2 3 3 1. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 2 മൈനസ് 2 പ്ലസ് 2 മൈനസ് 2 പ്ലസ് മൈനസ് 3, 2 മൈനസ് 2 പ്ലസ് മൈനസ് 3 അതായത് 3 എന്ന് കിട്ടും. അതേപോലെ തന്നെ 13 നമ്മൾ കാണുന്ന സമയത്ത് 3 മൈനസ് 2 പ്ലസ് മൈനസ് 5 അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. അതേപോലെ തന്നെ 23 കാണുന്ന സമയത്ത് 2 മൈനസ് 4 പ്ലസ് മൈനസ് 5 നമുക്ക് 3 എന്ന് കിട്ടും. അതേപോലെ തന്നെ 31 കാണുന്ന സമയത്ത് 1 മൈനസ് 6 മൈനസ് 0 നമുക്ക് 5 മൈനസ് 5 എന്ന് കിട്ടും. ഇനി അത് നമ്മൾ ഇനീഷ്യൽ ടേബിളിലേക്ക് നമ്മളത് ഡെവലപ്പ് ചെയ്യുക. 2 2 3 10, 4 1 2, 1 3 1, 20 15 30. കോളം v1 എന്ന് പറയുന്നത് 0, v2 എന്ന് പറയുന്നത് -3, v3 എന്ന് പറയുന്നത് -5. കപ്പാസിറ്റി 10 15 40.
അപ്പോൾ 40 10 50 5 55 10 65 20 10 30 5 35 30 65. U1 എന്ന് പറയുന്നത് 2, U2 എന്ന് പറയുന്നത് 4, U3 എന്ന് പറയുന്നത് 6. The solution is not optimum as the cell 3-1 has negative delta 1 values. We improve the allocation by making the cell 3-1 as an allocated cell. നമുക്ക് ഈ അലോക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ 3-1നെ നമുക്ക് എന്ത് ചെയ്യാം, അലോക്കേറ്റഡ് സെല്ലാക്കിയിട്ട് മാറ്റാം. സെൽ 3-1നെ നമുക്ക് എന്ത് ചെയ്യാം, അലോക്കേറ്റഡ് സെല്ലാക്കിയിട്ട് മാറ്റാം. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡ്രോ എ ക്ലോസ്ഡ് പാത്ത് ഫ്രം ദ സെൽ ആൻഡ് അസൈൻ പോസിറ്റീവ് സൈൻ ആൻഡ് നെഗറ്റീവ് സൈൻ ആൾട്ടർനേറ്റീവ്ലി. അപ്പോൾ നമ്മളവിടെ പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും ആൾട്ടർനേറ്റീവായിട്ട് കൊടുക്കുക. അതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമ്മൾ ഇറ്ററേഷൻ വരുത്താൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഇതിൽ എൻസർക്കിൾ ചെയ്യാത്ത ഭാഗങ്ങൾ വരുന്ന സെല്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും ആൾട്ടർനേറ്റീവായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 5 1 3 എന്നിങ്ങനെയുള്ള എമൗണ്ടുകൾ ഉണ്ടാവും. 4 5 അതായത് 4 5 അല്ല 4 1 1 3 എന്നിങ്ങനെയുള്ള 4 സംഖ്യകളുണ്ട്. ഈ സംഖ്യകളെ എൻസർക്കിൾ ചെയ്തതാണ് 10 5 10 എന്ന് പറയുന്നത്. പക്ഷേ അവിടെ പക്ഷേ എന്തില്ല, 1 എന്നതിന് മാത്രം നമ്മൾ എൻസർക്കിൾ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് നിന്നുള്ള വാല്യൂ നമുക്ക് ഡെൽറ്റ 3-1 എന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് -5 ആണ്. അത് നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ലൂപ്പ് ഫോം ചെയ്യാം. 4 നിന്നും 5 ഒരു ലൂപ്പ്, 5 നിന്നും 10, 10 നിന്നും 5, 5 നിന്നും 4 ഒരു ആരോസ് ഡെവലപ്പ് ചെയ്യുക. അതിനെ നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് എന്നാണ് പറയുക. ഈ ലൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നെഗറ്റീവും പോസിറ്റീവായ ചിഹ്നങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. 4ൻ്റെ അവിടെ നമ്മൾ നെഗറ്റീവ് കൊടുത്തു. നെക്സ്റ്റ് അതിന് ഓപ്പോസിറ്റ് കോർണറിലുള്ള 3നും നെഗറ്റീവ് നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ 1ന് നമ്മൾ പോസിറ്റീവ് ചിഹ്നം കൊടുത്തു. ഓപ്പോസിറ്റ് ഭാഗത്തുള്ള 1ന് നമ്മൾ പോസിറ്റീവ് കൊടുത്തു. അങ്ങനെ നമ്മൾ ആൾട്ടർനേറ്റീവായിട്ട് സൈനുകൾ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ടേബിൾ 2 ഇറ്ററേഷൻ പ്രൊവൈഡ് ചെയ്യണം. ടേബിൾ 2 ഇറ്ററേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് 2 2 3 10 അതേപോലെ 4 1 2 1 3 1 എന്നുള്ളത് കിട്ടും. അതേപോലെ തന്നെ അപ്പുറത്ത് നമുക്ക് 3 15 10 3 30 എന്ന് നമുക്ക് പുതിയ വാല്യൂസ് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ സെൽസ് having negative sign we can find the minimum allocation given by minimum 10 10 that is equal to 10. മിനിമം അലോക്കേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് 10 10 ആണ്. അത് നമുക്ക് എത്രയാണ്, ഈക്വൽ ടു 10 ആണ്. അപ്പോൾ therefore we get 2 occupied cell 2 1 3 2 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 2 1 3 1 ആണ്. അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ becomes empty cell 3 1 is occupied and resulting in a degenerate solution. അപ്പോൾ അതൊരു ഡീജനറേറ്റ് സൊല്യൂഷനായിട്ട് മാറി. സോ ദ നമ്പർ ഓഫ് അലോക്കേറ്റഡ് സെൽ ഫോർ ലെസ് ദാൻ m plus n minus 1 that is equal to 3 plus 3 minus 1 that is equal to 5. It creates degeneracy. അത് ഡീജനറസി ക്രിയേറ്റ് ചെയ്തു. ഫോർ റിമൂവിങ് ദ ഡീജനറസി E greater than 0 ഈസ് അലോക്കേറ്റഡ് ഇൻ ദ സെൽ 1 2. സെൽ 1 2ൽ E greater than 0 എന്നുള്ളത് അലോക്കേറ്റ് ചെയ്യുക. E എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സ്മാൾ നമ്പർ ആൾമോസ്റ്റ് ഈക്വൽ ടു 0. 0 ഈക്വൽ ആയിട്ടുള്ള സ്മാൾ നമ്പറാണ് E എന്ന് പറയുന്നത്. നൗ ദ നമ്പർ ഓഫ് അലോക്കേറ്റഡ് സെൽ ഈസ് 5 which is equal to m plus n minus 1. അതായത് നമ്പർ ഓഫ് അലോക്കേറ്റഡ് സെൽ എന്നുള്ളത് 5 ആണ്. അത് m plus n minus 1നോട് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 plus 3 minus 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഓൺ ദ ബേസിസ് ഓഫ് ദ എബവ് ടേബിൾ വി വാണ്ട് ടു റീകാൽക്കുലേറ്റ്. അതിൻ്റെ ബേസിസിൽ നമ്മൾ റീകാൽക്കുലേഷൻ നടപ്പിലാക്കണം. റോ 1 ആൻഡ് റോ 3 ഹാസ് മാക്സിമം അലോക്കേഷൻ. സോ വി സെലക്ട് റോ 1. റോ 1നും റോ 3ക്കും മാക്സിമം അലോക്കേഷനാണ്. അതുകൊണ്ട് നമ്മൾ റോ 1നെ ഇവിടെ താൽക്കാലികമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. വേർ വി വിൽ അസൈൻ u1 is equal to 0. u1 എന്ന് പറയുന്നത് 0. ദാറ്റ് ഈസ് ഈക്വൽ ടു u1 plus v1 is equal to 2. വെൻ u1 is equal to 0 then v1 is equal to 2. u1 plus v2 is equal to 0 plus 2. therefore v2 is equal to 2. അതേപോലെ u2 plus v2 is equal to 1. u2 plus v2 is equal to 1. therefore u2 is equal to 1 minus 2 that is equal to minus 1. u3 plus v1 is equal to 1. u3 is equal to 1 minus 2 that is equal to minus 1. അതേപോലെ u3 plus v3 is equal to 1. v3 is equal to 1 minus 1 that is equal to 2. u1 is equal to 0. u2 is equal to minus 1. u3 is equal to minus 1. v1 is equal to 2, v2 is equal to 2, v3 is equal to 2.
We can evaluate the opportunity cost for each of the unoccupied cells by using the relationship. ഓരോ അൺഓക്കുപ്പൈഡ് സെല്ലുകളും ഉപയോഗിച്ച് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടെത്താം. അപ്പോൾ അൺഓക്കുപ്പൈഡ് സെല്ല് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അൺഓക്കുപ്പൈഡ് സെൽസ് 1 3, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 3 മൈനസ് 0 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 2 1 അതിൻ്റെ 4 മൈനസ് മൈനസ് 1 പ്ലസ് 2 3. 2 3 അതിൻ്റെ ആണെങ്കിൽ 2 മൈനസ് മൈനസ് 1 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതേപോലെ 3 2 അതിൻ്റെ ആണെങ്കിൽ 3 മൈനസ് മൈനസ് 1 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ദർ ഈസ് നോ നെഗറ്റീവ് വാല്യൂസ് റിലേറ്റഡ് വിത്ത് അൺഓക്യുപ്പൈഡ് സെൽസ്. അതായത് അൺഓക്യുപ്പൈഡ് സെല്ലുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് വാല്യൂസ് ഒന്നും അവിടെ ഇല്ല. ദാറ്റ് ദ സൊല്യൂഷൻ സാറ്റിസ്ഫൈഡ് ദ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ എന്നുള്ളത് ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ ഐ ജെ ഗ്രേറ്റർ ദാൻ 0. ഡെൽറ്റ ഐ ജെ എന്നുള്ളത് 0-നേക്കാളും ഗ്രേറ്റർ ദാൻ ആയിരിക്കും. സോ ദ മിനിമം ടോട്ടൽ കോസ്റ്റ് ഈസ് 10 × 2 പ്ലസ് 2 × E പ്ലസ് 15 × 1 പ്ലസ് 10 × 1 പ്ലസ് 30 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 75 പ്ലസ് 2E ദാറ്റ് ഈസ് ഈക്വൽ ടു ₹75. 2E എന്ന് പറഞ്ഞാൽ 2 × E ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 75 പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 75 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഡീജനറേഷൻ എന്നുള്ളത് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഇതിൽ പറയുന്നത്. ഡീജനറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, m+n-1 നോൺ നെഗറ്റീവ് ഇൻഡിപെൻഡൻറ്റ് അലോക്കേഷൻ ലെസ് ദാൻ ആവുന്ന അവസ്ഥയാണ് നമ്മൾ ഡീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സീക്വൻറ്റ് ഇറ്ററേഷൻ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച്, ഇവിടെ നോർത്ത് വെസ്റ്റ് കോർണറാണ് ഉപയോഗിച്ചത്, ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഇനീഷ്യൽ ബേസിക് സൊല്യൂഷൻ കണ്ടെത്തി. പിന്നീട് അതിൻ്റെ ഒപ്റ്റിമാലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ ഒപ്റ്റിമാലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തു. U1 V1 വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അൺഓക്യുപ്പൈഡ് സെല്ലും ഓപ്പർച്യൂണിറ്റി കോസ്റ്റും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത സമയത്ത് ഇവിടെ നമ്മൾ എൻസർക്കിൾ ചെയ്യാത്ത സെല്ലിനെ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു ലൂപ്പ് നമ്മൾ ഉണ്ടാക്കി. എൻസർക്കിൾ ചെയ്യാത്ത സെല്ലിനെ ഇൻവോൾവ് ചെയ്ത് നമ്മളൊരു ലൂപ്പ് തയ്യാറാക്കി. ഈ ലൂപ്പിൽ നമ്മൾ മൈനസും പോസിറ്റീവുമായിട്ടുള്ള സൈനുകൾ ആൾട്ടർനേറ്റീവായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് പുതിയ ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഈ പുതിയ ടേബിളിലെ ബേസ് ചെയ്തിട്ട് അതിൽ ഡീജനറസി കണ്ടെത്തിയപ്പോൾ ഈ ഡീജനറസി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും മാക്സിമം അലോക്കേഷൻ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പുതിയ അൺഓക്യുപ്പൈഡ് സെല്ലുകളും ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയുമാണ് ചെയ്തത്. ഇത് ഡീജനറസി ഒന്നും സാധാരണഗതിയിൽ അങ്ങനെ ചോദ്യം വരാറില്ല. സാധാരണഗതിയിൽ ഡീജനറസി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറില്ല. എന്നാൽ പോലും അഥവാ ചോദ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് മാത്രം. കുറച്ച് ബുദ്ധിമുട്ടാണ് ഡീജനറസി വരുന്ന സമയത്ത്, ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. സാധാരണ നോർത്ത് വെസ്റ്റ് കോർണറോ അല്ലെങ്കിൽ വോഗൽസ് അപ്രോക്സിമേഷനൊക്കെയാണ് ചോദിക്കാറ്. അഥവാ എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇതും കൂടി ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കുക. അതാണ് ഡീജനറസി എന്ന് പറയുന്നത്. ഡീജനറസി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഡീജനറസി സാധാരണഗതിയിൽ സംഭവിക്കുന്നത് സബ്സീക്വൻറ്റ് ഇറ്ററേഷൻ ഉണ്ടാകുമ്പോഴാണ്. അതായത് ലെസ് ദാൻ m+n-1 വരുമ്പോഴാണ്. ഇൻഡിപെൻഡൻറ്റ് അലോക്കേഷൻ m+n-1 ലെസ് ദാൻ ആകുമ്പോഴാണ് ഡീജനറസി എന്നുള്ളത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.